എന്ത് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? വാനില കേക്ക് ആണ്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആണ്, വാനില ബേസിൽ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 മുട്ട, പിന്നെ വേണ്ടത് നമുക്ക് ബട്ടർ വേണം, ബട്ടർ ഇരിക്കുന്നത്, കുറച്ച് തൈര് വേണം, പഞ്ചസാര വേണം, പിന്നെ മൈദ. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബിഗിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മുട്ട ഇതിലോട്ട് ഒഴിക്കാം. അത് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഓയിലും ബട്ടറും, ഓയിലും പിന്നെ കേടും, അതാണ് വെറ്റിൽ വരുന്നത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, ഷുഗർ ചെയ്യണം. അങ്ങനെ അതാണ് ഒരു ക്ലീൻ ബേസ് ഉണ്ടാകും. ഓക്കെ, ഒക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ഇത് ചെയ്യാം. ഇതിൻ്റെ ഈ തൊടി ഇതിൽ വീഴാതെ നോക്കണം. ഇതിനോട് കളയണേ. ഓക്കെ, ഇതവിടെ വേസ്റ്റ് ചെയ്ത് സൈഡിൽ കളിക്കുക. കൈ ഒന്ന് തുടയ്ക്കുക. കഴിഞ്ഞ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ മീൻ കൂടി ബീറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇവിടെ അതാ മമ്മിയോട് ചോദിച്ചാൽ ആ സൈഡിൽ കണ്ടോ? എടാ അത് വേസ്റ്റ് വരുവാണ്. കണ്ടോ? കുറച്ച് ബീറ്റ് ചെയ്യണോ? ഇത് പ്രസ് ചെയ്യണം. ഇത് പ്രസ് ചെയ്ത് നമുക്ക് വാനില എസൻസ് ഒഴിക്കാനുണ്ടോ കേട്ടോ. വാനില എസൻസ് ഒരു 1 സ്പൂൺ. ഓക്കെ, ക്ലോസ് ചെയ്ത് വെക്കുന്നു. വൺസ് അഗൈൻ നമ്മൾ ബീറ്റ് ചെയ്യണേ. നല്ലപോലെ തള്ളി വേണം. കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ കിട്ടുന്നത്. അത് ചെയ്താണോ? ഓക്കെ, കുറച്ച് പറഞ്ഞിട്ട് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ തൈര് ഒഴിക്കും. നമ്മൾ 2 മുട്ട എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു കേക്ക് ഉണ്ടാക്കാം നമുക്ക്. തൈര് ഒരു 1/2 കപ്പ് വേണം. തൈര്. ഓക്കെ, എന്തോ അതെന്താ നാണോ വീട്ടിലേക്ക് നാണോ ആയിരുന്നു. ഇത് നമ്മൾ ഒഴിക്കാൻ പോലെ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇടും. കുഞ്ഞ് സ്പൂൺ അവിടെ എടുത്ത് തരാമോ? കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എപ്പോഴും കുറച്ച് ഇടാവല്ലേ. ഒത്തിരി ബേക്കിംഗ് സോഡ ഇട്ട് ബേക്കിംഗ് സോഡ കുറച്ച് മതി നമുക്ക്. ബേക്കിംഗ് പൗഡർ പക്ഷേ കുറച്ച് അറിയാം. ബേക്കിംഗ് സോഡ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉപ്പുചോറ് പോലെ വരും. അതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ഒരു 1 സ്പൂൺ. ഓക്കെ, എന്നിട്ട് നമ്മൾ എഗെയിൻ ബീറ്റ് ചെയ്യും. പൊക്കി പിടിക്കണേ. ഒത്തിരി പൊക്കി പിടിക്കുക. അല്ലെങ്കിൽ ആ പാത്രത്തിൽ കൊണ്ട് വല്ലാതെ ഒത്തിരി കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ഈ മെഷീൻ കെയർ ആയിട്ട് ചെറിയ ചെറിയ ബ്രേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. എനിക്ക് ടിഷ്യൂ പേപ്പർ അതിങ്ങനെ ഇവിടെ വെച്ചേക്കാം. താങ്ക് യു. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ബട്ടർ ഇടാൻ പോവാണ്. ഫസ്റ്റ് ബട്ടർ ഇടാം. ഇത് അതിന് മുമ്പ് നമ്മൾ പാത്രം എടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇവിടെ പാത്രം എടുത്ത് തരാമോ? ലവ് പാത്രം ഇത് നമ്മൾ മുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഭയങ്കര മെൽറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ഇതോടെ കുറച്ച് കഴിക്കും. കൂടുതൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നേരിച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഞാൻ ചേർക്കും. അതാണ് എൻ്റെ ഒരു കണക്ക്. ചെയ്യാറില്ലാതെ പൊടിക്ക് കുറച്ച് എണ്ണയും കൂടി ചേർക്കും. അങ്ങനെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യും. വൺസ് അഗൈൻ ബീറ്റ് ചെയ്യേ. ഓക്കെ അല്ലേ? നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. നമ്മളൊരു പാത്രം എടുക്കാം. താഴെ എടുക്കാം. ഇച്ചിരി നീക്കി വെക്കണേ. വെക്കുന്നു. ഇത് കുറച്ച് അടക്കം വെക്കാവോ? അതോടെ എവിടെയും വെച്ചു. അത് പെയിൻറ്റിങ് നോക്കുന്നതാണ്. നമ്മൾ പഞ്ചസാര എടുക്കാൻ പോവാണ്. പഞ്ചസാര നമ്മൾ ഇതിൽ 1 കപ്പ് എടുക്കാം. 1 1 1/2 വേണ്ട, 1/4 എടുക്കും. 1/4. ഓക്കെ, ഇത് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഓക്കെ,
കുറച്ച് ഓക്കെ. എന്തായാലും ക്രീം കേക്ക് ഉണ്ടായിരുന്നു, അപ്പം കുഴപ്പമില്ല. ഒരു 1 കപ്പും പിന്നെ 1/4 കൂടെ ചേർക്കാം. നമുക്ക് സ്പെൻഡിയോ ഫുള്ള് കൂടിയാണ് അതെടാ നമ്മൾ ബീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മൈദ. അത് നമ്മൾ ആദ്യം നമ്മളിത് കുറച്ചുകൂടി അരച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ സോഫ്റ്റ് ആവും കേക്ക്. നമുക്ക് വെറുതെ കൊണ്ടുവരും നോട്ട് ഇവിടെ വരെ എത്തും കേക്ക് ചെയ്യാൻ. ഒരു ഇത് ഏകദേശം ഒരു 2 കപ്പ് ഇടേണ്ടി വരും മൈദ. ചുവല്ല ഒരു 1/4. ഓക്കെ, അരച്ച് കഴിഞ്ഞിട്ടാണ് അത് ഫാൻ വെക്കാം. ബ്രേക്ക് ഗേൾ എന്ത് പൊടിയോ ഓക്കെ. അതാണ് പൊട്ടി കിടക്കുന്നത്. നമ്മൾ ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് സെറ്റ് ആവും. ഇപ്പോൾ നോക്കാം മതിയോ ഒന്ന്. ചിലപ്പോൾ ഇച്ചിരി ആണെങ്കിൽ ഇച്ചിരി പൊടി വേണ്ടി ഓക്കെ. മനസ്സിലായി, ബാറ്റർ കുറച്ച് തിക്കാണ് കേട്ടോ. മതിയോ? ബാറ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിലൊക്കെ കറക്റ്റ് ആണോ. നോക്കി കുറച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടോ? നമുക്കിനി ഇത് നമ്മുടെ ട്രെയിലേക്ക് ഒഴിക്കാം. അതിൻ്റെ ഒപ്പം നമുക്കൊരു ബട്ടർ പേപ്പർ വേണം, അത് ഇട്ട് തരാം. ഇത് നമുക്ക് ഇത് വെക്കാവേ. 2 കേക്കാണ് നമ്മൾ ഗൈസ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും. കുറച്ച് ബട്ടർ പേപ്പർ പിടിക്കണേ. ഇതോ ഓക്കെ. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ എന്നാലും തുണി കൊടുക്കുന്നു. ഈ പാത്രത്തിലൂടെ കുറച്ച് തുണി കൊടുക്കുക. ഉടനെ നമുക്ക് ഓൺ വെച്ച് നോക്കാം. അത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ഓൺ തന്നെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ പാത്രം ഓക്കെ. ബട്ടർ കേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്രീം സെറ്റ് ആക്കാം. ക്രീം ഇല്ലേ നമ്മളെ നമുക്ക് ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. അത് നമ്മൾ കുറച്ച് ഒഴിക്കാം. 2 കേക്കായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. കുറച്ച് ഇത് ഒഴിക്കുന്നു. അത് നമ്മൾ ഒഴിക്കുന്നു. നമ്മൾ ചാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രീം കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആക്ച്വലി നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നില്ല, ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അത് കൂടെ കുറച്ച് പിടിച്ചോ. നെക്സ്റ്റ് കേക്ക് ഗൈസ്, നമ്മുടെ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ കേക്ക് നമ്മൾ ഓവനിൽ വെച്ചേക്കാം. ഒരു 30 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. റെഡിയാണ്. ബൈ 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 ബൈ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ഒരു സ്പൂൺ എടുത്ത് തരുമോ? കുറച്ച് മെൽറ്റായിട്ട് ഇരിക്കുന്ന സാറി നമുക്ക് സെറ്റ് ആക്കാം. നമ്മുടെ സെക്കൻഡ് കേക്കും റെഡി ആയിട്ടുണ്ട്. അടക്കാവേണ്ടി വെക്കാം. നമുക്ക് ക്രീം സെറ്റ് ചെയ്യും. നമ്മുടെ ക്രീം സെറ്റ് ആയി. നമ്മൾ പെട്ടെന്ന് ഇത് വെക്കാൻ ചെയ്യാൻ പോകണം. നമുക്ക് ക്രീം കൂടെ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ചേഞ്ചിന് മാത്രം നമ്മൾ ക്രീം പക്കല ചെയ്യും. ഇനി കച്ചവടം പോലും വേറെ നോക്കാം. ശരിയാകുമോ എന്ന് ലെറ്റ്സ് സീ. ഓക്കെ, സോ കേക്ക് ഒന്ന് ഞാൻ 2 ലെയർ ആക്കി കൊടുത്തു തൽക്കാലം. ഭയങ്കര സോഫ്റ്റ് ലെയറാ. പിന്നെ നമുക്ക് ക്രീം എടുക്കാം. ഫ്രീസായി ക്രീം എടുക്കുന്നത്. ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ വെച്ചു. നമുക്ക് ഓക്കെ, നമുക്ക് താഴെ ക്രീം ചെയ്യാം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് വേറെ വേണം. താഴെ നമുക്ക് ഇതിനും കൂടി ഫിൽ ചെയ്യാം. ഇതിന് മുമ്പ് ജസ്റ്റ് ഇരുന്ന് ഫീൽ ചെയ്യാം. നമുക്ക് പാലം ഒന്ന് സോഫ്റ്റ് ആക്കാൻ അല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ
അതിന് അത് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ടും ആദ്യം കുറച്ച് ക്രീം വെക്കാം. അതിന് നമുക്ക് കാഷ്യൂ കേട്ടോ. അതുപോലെ വേണം കുറച്ച് വെക്കണം. ഇതിൻ്റെ കുറച്ചും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. അതിലിപ്പോൾ തൽക്കാലം ഫസ്റ്റ് ലെയർ വെച്ചാലും മതി. ഇവിടെ നമുക്ക് ഇച്ചിരി കേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ പൊടിച്ചിടാം. ഇത് ഞാനില്ല ഫസ്റ്റ് ലെയർ വെച്ച് തരാം. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചോക്കോ ചിപ്സ് ഒക്കെ ഇടാം. കൊച്ചിക്കും എങ്ങനെ ഇടേണ്ടത് അറിയാമോ? നട്ട്സ് എടുക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് പോലെ കാണിച്ചു തരാം. കുറച്ച് കമ്പിയായിട്ട് തുടർന്ന് ഇടാൻ കേട്ടോ. വെരി ഗുഡ്. നമ്മുടെ അടുത്ത ലെയർ വളരെ സൂക്ഷ്മമായിട്ട് നമ്മളിവിടെ വെക്കാൻ പോകാം. അവിടെ കുറച്ച് ബിസ്നസ് ഓക്കെ. നമ്മുടെ ക്രീം വെച്ച് ഇരിക്കുന്നു. ക്രീം ആക്ച്വലി ഭയങ്കര ചൂട് പോകാൻ മെൽറ്റ് ആവുന്നുണ്ട്. പരമാവധി ടേസ്റ്റ് ഉണ്ടല്ലേ? എന്റെ പോയി കിടക്കാം. നമ്മുടെ കേക്ക് ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു മറ്റേ നമ്മൾ മുറിച്ചു. ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മീനുകുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയ്ക്ക് കൊടുത്തു.